അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സുസുക്കി ആക്സസ് 125 ആണ്. 2024 മോഡലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ സുസുക്കി ആക്സസ് 125 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 2007 വന്നിരുന്നത്. അന്നോട്ട് ഇന്ന് വരെ അത്യാവശ്യം 125cc സെഗ്മെൻറ്റിൽ അത്യാവശ്യം തെറ്റില്ലാണ്ട് വിറ്റഴിക്കപ്പെടുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് ആക്സസ് 125 എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യയിൽ ആക്റ്റീവ അതുപോലത്തെ വാഹനങ്ങളായിരുന്നു. ആക്റ്റീവ ആയിരുന്നു മെയിനുള്ള വാഹനങ്ങൾ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു 125cc അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു റിഫൈൻഡും അതുപോലെ തന്നെ മൈലേജും നൽകുന്ന ഒരു മോഡലായിട്ട് നമ്മുടെ സുസുക്കി കൊണ്ടുവന്നൊരു ഐറ്റം ആയിരുന്നു. പിന്നെ സുസുക്കി ഇതിൻ്റെ ഒരു ഷോർട്ടർ പതിപ്പായിട്ട് ഒരു സിസ അങ്ങനെ പറഞ്ഞൊരു വണ്ടിയായിരുന്നു. അതും ഒരു 125cc ആണ്. പക്ഷേ ആ വണ്ടി അധികം ക്ലിക്കായൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ഫെയിലിയറായി പോയി. പക്ഷേ അതിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ചെറിയ വണ്ടിയായിരുന്നു. പിന്നെ ഈ ആക്സസ് 125 ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ ഒരു സീറ്റാട്ടാ ഞാൻ അത് എടുത്ത് പറയാം. കാരണം അത്യാവശ്യം നമുക്ക് ഒരു 3 പേർക്ക് ട്രിപ്പിൾ അടിച്ചൊക്കെ പോകാൻ പറ്റും. ട്രിപ്പിൾ അടിച്ച് പോകണമെങ്കിൽ നമുക്ക് ഇന്ന് ഫൈൻ അടിക്കും, പോലീസൊക്കെയാണ് അത് നിയമവിരുദ്ധമാണോ ചെയ്യരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ പഴയ റെട്രോ വാഹനങ്ങൾ കണ്ടില്ല. റെട്രോ വാഹനങ്ങൾ എന്ന് വെച്ചാൽ പഴയ ക്ലാസിക് സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ ആ ഒരു തരത്തിൽ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ കളർ തീമൊക്കെ നൽകിയിരിക്കുന്നത്. ആ ഒരു ഡ്യുവൽ ടോൺ കളറും ഒക്കെ വന്നിരിക്കുന്നത്. ആ ഒരു പച്ച കളർ അത്യാവശ്യം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ റോട്ടിൽ കാണുന്ന ഈ ഒരു പച്ച കളർ വണ്ടിയാണ്. എല്ലാവരും ഈ ഒരു കളർ എടുക്കുന്നത്. പിന്നെ ഡ്യുവൽ ടോൺ കളർ വരുമ്പോൾ തന്നെ എല്ലാവരും നല്ല രസമാണല്ലേ. അപ്പോൾ ഈ ഒരു കളറിന് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ 124cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഏകദേശം 8 bhp അതുപോലെ തന്നെ 10 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു റിഫൈൻമെൻറ്റും അതുപോലെ മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. കുറച്ചേ കുടിക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം ചിലവർക്ക് 50 to 55 വരെ കിലോമീറ്റർ മൈലേജ് കിട്ടിയ വാഹനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ ആക്സസ് 125 പറ്റി ഞാൻ അറിഞ്ഞൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചില സർവീസ് അത്യാവശ്യം മോശം എന്നൊക്കെ പറയുന്നുണ്ട്. ചിലവർക്ക് സർവീസ് അത്ര നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ടായി, പുള്ളി ഒരു ആക്സസ് 125 എടുത്തിട്ടുണ്ടല്ലോ. ആക്സസ് 125 പുള്ളി എടുത്തിട്ട് പുള്ളി കംപ്ലയിൻ്റ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വണ്ടി അത്ര പോരാളാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി രണ്ടാമത് അത് കൊടുത്തിട്ട് പിന്നെ ആക്സസ് തന്നെ കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഓടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ വണ്ടി മാത്രമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതന്നെ പോയി എടുത്തത്. പിന്നെ കംപ്ലയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഇത് ഓടിക്കുന്ന നല്ല രസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ തന്നെ ഇടാം. ഫ്രണ്ടിൽ ആ ഒരു LED ഹെഡ് ലാംപ്സും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ബാക്കി ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലജാണ്. അതുപോലെ തന്നെ ഇത് ചെയ്തിട്ടുണ്ടാകും അത്യാവശ്യം മെറ്റൽ പാട്ടാട്ടോ. അതുകൊണ്ട് നല്ല കാണുന്നുണ്ട്. നമുക്ക് ഡിസൈന ചളക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, തട്ടിയെടുക്കാൻ പറ്റും. മറ്റേത് സാധാ വണ്ടിയുടെയൊക്കെ ആണെങ്കിൽ ഫൈബർ ആയതുകൊണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാറ്റേണ്ടി വരും. നമുക്ക് ചളക്കിയെടുക്കില്ല. പിന്നെ അതുപോലെ വീൽ സൈസൊക്കെ വരുന്നത് 12 ഇഞ്ച് വീൽസാണ്. അതുപോലെ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 90 ടയേഴ്സൊക്കെ വന്നിരിക്കുന്നത്, സെക്ഷൻ 12 കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിച്ച് നമുക്ക് ബ്രേക്ക് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ആക്സസ് 125 ഏറ്റവും രസം എന്ന് പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു സ്പേസ് ആട്ടോ. ഈ സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു പൊക്കമുള്ള ആൾക്കാണെങ്കിലും കാല് ചെയ്യാൻ തട്ടത്തില്ല. ചില വണ്ടികളിലൊക്കെ കാലൊക്കെ തട്ടും. പക്ഷേ അതിന് വേറെ പ്രശ്നമുണ്ട്, നമ്മൾ കാലൊക്കെ വെച്ച് ഇറങ്ങാൻ പറ്റില്ല. ഇതിവിടെ ഈ ഒരു സംഗതി കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിടാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സംഗതി കൊടുത്തിരിക്കുന്നത് നമുക്ക് ചില സമയത്ത് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കാല് ഇതിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. അതെനിക്കിപ്പോൾ കിട്ടിയിട്ട് തോന്നി. എനിക്ക് അത്ര വലിയ പൊക്കമില്ല എന്നിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോണൊക്കെ വേണം വെക്കാനായിട്ട് ചെറിയൊരു സ്പേസും അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഇത് ഡിജിറ്റലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അധികം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അന്നേരം അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫ്യൂവലിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി, ടൈം, സ്പീഡ് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ പറയുവാണെങ്കിൽ ഇവിടെ ഹിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പറയത്തൊക്കെ ഒന്നും ഇവിടെ ഒന്നുമില്ല. പിന്നെ റെട്രോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പഴയ ഒരു ക്ലാസിക് ടച്ച് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മിറേഴ്സൊക്കെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാം അല്ലേ. പിന്നെ നമുക്കിനി സീറ്റിലോട്ട് പോകാം. സീറ്റ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് തുറക്കാം. ഇത് കൊള്ളാം അല്ലേ, അതേ സെറ്റാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. അതിപ്പോൾ എല്ലാ വണ്ടിയുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് ഇതുണ്ട്. ഏകദേശം 21 ലിറ്റർ അടിക്കുക കേട്ടാൽ വരും. നമുക്കൊരു പകുതിയല്ല, ഒരു ഹാഫ് ഫേസ് നമുക്ക് ഒരു ഹെൽമെറ്റൊക്കെ വെക്കാനേ പറ്റത്തുള്ളൂ. ഫുൾ സ്പേസ് ഫുള്ളുള്ള ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല. ഫുൾ ഫേസുള്ള ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല, കാരണം അടയത്തില്ല. അതിപ്പോഴത്തെ എല്ലാ മിക്ക വണ്ടികളുടെ സ്റ്റോറേജ് സ്പേസ് കുറവാണല്ലോ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് പറയണ്ട. എന്നാലും അത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലാണ്. പിന്നെ നമുക്ക് ഫ്യൂവൽ നമുക്ക് പുറത്ത് ഇവിടെ നമ്മുടെ താക്കോൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തുറക്കുന്ന സെറ്റപ്പാണ്. ചില വണ്ടികൾക്ക് നമുക്ക് അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ വണ്ടി നോക്കിയിട്ട്. അപ്പോൾ പിന്നെ ബാക്കി പിൻവശത്തോട്ട് കിടക്കുകയാണെങ്കിൽ സാധാ ബേസിക് ലൈറ്റ്സൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ സ്കൂട്ടേഴ്സിന് നിങ്ങൾ ഇതുപോലത്തെ ഒരു സാധനം വെക്കുന്നത് സേഫ് ആയിരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു സാധനം വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാട്ടോ. പിന്നെ അവിടെ ആ സുസുക്കി നേരിക്കുന്ന രസമുണ്ടല്ലേ, TVS എൻറ്റോർക്കിൻ്റെ ആ TVSൻ്റെ ആ ചിഹ്നം വന്ന പോലെ അത്രയ്ക്ക് ഒരു LED പോലത്തെ സാധനമൊക്കെ കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. പക്ഷേ എങ്കിലും സുസുക്കി നേരിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ആക്സസ് 125 ഉണ്ടല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇറക്കിയിട്ട് നമ്മുടെ സൽമാൻ ഖാനായിട്ട് എന്തൊരു അയ്യപ്പൊക്കെ ആയിട്ട് 2018 തോന്നുന്നു അതിൻ്റെ ഒരു ബീയിങ് ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു എഡിഷനൊക്കെ ഇറക്കിയിരുന്നു. ബാക്കിലൊരു ക്രോം ഗ്രാബ് റെയിലും അതിൻ്റെ വണ്ടിയുടെ സ്പെഷ്യൽ എഡിഷനിൽ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് പുറത്തിറക്കിയിരുന്നൊരു പതിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ലെതർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെതർ സീറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നൽകിയിരുന്നത്. അത് സ്പെഷ്യലായിരുന്നു, ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ തോന്നി. പിന്നെ ഇവിടെ നമുക്ക് ഫൂട്രസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് നമുക്ക് അത് കിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ 10 ഇഞ്ചിൻ്റെ വീൽസൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം മാക്സസിൻ്റെ ടയേഴ്സാണ് നൽകിയിരിക്കുന്നത്. മാക്സസിൻ്റെ ടയേഴ്സിൻ്റെ ഗുണം എന്താണെന്ന് അറിയും,
ഇപ്പോൾ എൻ്റെ ഒരു അങ്കിളിൻ്റെ സ്കൂട്ടർ ഏകദേശം 40,000 കിലോമീറ്റർ കഴിഞ്ഞു. അത് ഡിയോയാണ്. ഫ്രണ്ട് ടയർ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. 40,000 കിലോമീറ്റർ ആയിട്ട് ഫ്രണ്ട് ടയർ 40,000 കിലോമീറ്റർ ആയിട്ട് അധികം തീർന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമല്ലേ. അത് അത്യാവശ്യം നല്ല പരിപാടിയല്ലേ. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു വണ്ടി 4 എഡിഷനായിട്ടാണ് വരുന്നത്. സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഡിസ്ക്, പിന്നെ റൈഡ് എഡിഷൻ, റൈഡ് കണക്ട് എഡിഷൻ, അതുപോലെ സ്പെഷ്യൽ എഡിഷൻ, അങ്ങനെ 4 വേരിയൻറ്റുകളാണ് വരുന്നത്. ഏകദേശം ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 1,20,000 രൂപയാണ് ടോപ്പ് മോഡൽ. അപ്പോൾ എനിക്കൊന്നും ഈ ഒരു പ്രൈസ് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വണ്ടി ഇത് തന്നെയായിരിക്കാം എന്ന് പറയാം. കാരണം ഇപ്പോൾ ബാക്കിയെല്ലാ വണ്ടിക്ക് അത്യാവശ്യം വിലയുണ്ട്. ഇപ്പോൾ നമുക്ക് എൻഡോർക്കിൻ്റെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ എൻഡോർക്ക് ഏകദേശം എക്സ്പീഡിഷൻ ഏകദേശം 1,27,000 രൂപയ്ക്കുണ്ട്. പിന്നെ അതുപോലെ ടോപ്പ് മോഡലാണെങ്കിൽ അതിനെക്കാട്ടും കൂടും. പക്ഷേ എൻഡോർക്ക് ഓടിക്കുമ്പോൾ വേറെ രസമാണ്. പിന്നെ ഈ വണ്ടിക്ക് എനിക്ക് ഇല്ലാന്ന് തോന്നിയത്, എനിക്ക് ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇല്ലാതായിട്ട് തോന്നി. എനിക്കത് പേഴ്സണലി തോന്നിയൊരു ഫീലാണ്. ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അത് വന്നിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇറക്കത്തിലും കാര്യങ്ങളൊക്കെ നന്നായിരിക്കും. പിന്നെ പറയുവാണെങ്കിൽ വേറെ അങ്ങനെ ഒരുപാട് പറയത്തക്ക വണ്ണം ഈ വണ്ടിയിൽ എന്തുള്ളതെന്ന് വെച്ചാൽ വളരെ ഒരു ക്ലാസിക്കായിട്ടുള്ള സ്കൂട്ടറാണ്. നിങ്ങൾക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് പർപ്പസും അതുപോലെ തന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്യാം. വില വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ ബാക്കി എയർകോൺസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പവറും കിട്ടുന്നുണ്ട്, മൈലേജും കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ സുസുക്കി ഈ വണ്ടി വളരെ കംപ്ലയിൻറ്റ് കുറവുള്ള ആൾക്കാരാണ് അധികം പറഞ്ഞേക്കുന്നത്. പിന്നെ ചില സർവീസ് സെൻ്ററുകളിൽ വളരെ മോശം അനുഭവപ്പെട്ടിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ നമുക്കിനി ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുത്തു ഓടിച്ചിട്ട് കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വണ്ടി ഓടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം നമുക്ക് നല്ല റിലയബിളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ പെപ്പിയാണ്. വളരെ അത്യാവശ്യം നല്ല മികച്ച മെറ്റൽ ക്വാളിറ്റിയൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ വലിയ പിടിവലിയൊന്നും ഇല്ലാതെ ഈ ഒരു വണ്ടി അനായാസമായി നമുക്ക് 80 കയറാൻ വരുന്നുണ്ട്. അത് നമുക്ക് ഓടിച്ചിട്ട് പോകുമ്പോൾ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അത് തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റൈഡിങ് സ്റ്റാൻസ് തന്നെയാണ് നൽകുന്നത്. അത് ഏത് റൈഡേഴ്സും നമുക്ക് അനായാസമായി കയറിയിരിക്കാൻ പറ്റും. ഇപ്പോൾ 80 കയറുമ്പോൾ പോലും വലിയ സ്പീഡിൽ പോകുമ്പോൾ പോലും നല്ല കോൺഫിഡൻസ് ഈ വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ പവർ ഡെലിവറി വളരെ ലീനിയറാണ്. ഇങ്ങനെ പതുക്കി ഇങ്ങനെ അങ്ങോട്ട് കയറി വരും. പിന്നെ കൈ കൊടുക്കുന്നതനുസരിച്ച് അതങ്ങോട്ട് കയറി വരും. അത് പെർഫോമൻസിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് മികച്ച രീതിയിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വണ്ടി കയറുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം നല്ലതാണ്. വളരെ റിഫൈനും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണ്. നമുക്കൊരു വാല്യൂബിൾ ആയിട്ടുള്ളത്, അതായത് ഈ ഒരു കൊടുക്കുന്ന പൈസക്ക് അത്യാവശ്യം നമുക്ക് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാം. സസ്പെൻഷൻ വളരെ ഗുഡ് തന്നെയാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഓടിച്ചിട്ട് പോകുമ്പോൾ പോലും പതുക്കെ പോകുന്നതിൽ പോലും നമുക്ക് സസ്പെൻഷൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സുസുക്കിയുടെ വാഹനങ്ങളിൽ തന്നെ അത്യാവശ്യം തെറ്റില്ലാതെ വിൽക്കുന്നത് ഈ ഒരു വാഹനം തന്നെ ആയിരിക്കാം. സുസുക്കിയുടെ മറ്റ് വാഹനങ്ങളെക്കാൾ കൂടുതൽ വിൽക്കുന്നത് ആക്സസ് 125 തന്നെ ആയിരിക്കാമെന്നല്ല, ആക്സസ് 125 ആയിരിക്കും, വേറെ മോഡലതേ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചതിൽ എനിക്ക് തെറ്റില്ലാണ്ട് തോന്നിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി വേറെ പ്രത്യേകിച്ച് പറയാത്തൊന്നുമില്ല. നമുക്ക് കൈ കൊടുക്കും തന്നെ കയറുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്രേക്കിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഏതൊരു പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റും, ഏത് തരത്തിലുള്ള ആൾക്കാർക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് അനായാസമായി കോർണറിങ് ഒക്കെ ചെയ്യുമ്പോൾ പോലും ഈ ടയേഴ്സൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ വണ്ടിയുടെ സസ്പെൻഷൻ സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല കട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പോലും കുഴപ്പമില്ലാണ്ട് പറ്റുന്നുണ്ട്. ഈ സ്കൂട്ടറിലൊക്കെ ചിലവർക്ക് കൈവേനയൊക്കെ വരുന്നതാണ്. ആ ഒരു പ്രശ്നം ഈ ഒരു വാഹനത്തിൽ നമുക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ വന്ന് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു വണ്ടിയുടെ എക്സോസിനോട് കൂടി കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ആക്സസ് 125 വീഡിയോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുന്ന മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.